ദേശാഭിമാനി മുഖപ്രസംഗം 2024 മാർച്ച് 7. ലോക വ്യാപാര സംഘടന ഇനിയും ആവശ്യമുണ്ടോ? ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനം 6 നാൾ അബുദാബിയിൽ ചേർന്ന് പിരിയുമ്പോൾ അത്ഭുതങ്ങളൊന്നും ആരും പ്രതീക്ഷിച്ചില്ല. എന്നാൽ സമ്പന്ന രാജ്യങ്ങളുടെയും ബഹുരാഷ്ട്ര കോർപ്പറേറ്റുകളുടെയും താൽപ്പര്യം മാത്രം സംരക്ഷിക്കാനായി ഇങ്ങനെയൊരു ആഗോള സംഘടനയുടെ ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ വീണ്ടും പ്രസക്തമാകുന്നു. വ്യാപാരവും തീരുവയുമായി ബന്ധപ്പെട്ട പൊതുകരാർ സംവിധാനത്തിന് ശേഷം 1995 നിലവിൽ വന്ന ലോക വ്യാപാര സംഘടന തുടക്കം മുതൽ വികസ്വര അവികസിത രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾക്കെതിരായാണ് നിലകൊണ്ടത്. അബുദാബിയിൽ ഫെബ്രുവരി 26 മുതൽ മാർച്ച് 2 വരെ ചേർന്ന മന്ത്രിതല സമ്മേളനവും ആ നിലപാടിൽ നിന്ന് അണുവിട മാറാൻ തയ്യാറായില്ല. നിർണായകമായ ഒരു തീരുമാനവും ഈ സമ്മേളനത്തിൻ്റെതായി പറയാനില്ല. 4 വർഷമായി ഏതാണ്ട് നിശ്ചലമായ തർക്ക പരിഹാര സമിതിയെ ചലിപ്പിക്കാൻ പോലും ഒരു നടപടിയുമില്ല. ഓൺലൈൻ വ്യാപാരത്തിന് കസ്റ്റംസ് തീരുവ ഏർപ്പെടുത്തണമെന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ആവശ്യത്തിനും തീരുമാനമൊന്നും ഉണ്ടായില്ല. വ്യാപാര സംഘടനയുടെ രൂപീകരണം മുതൽ സ്വീകരിച്ച നടപടികളും എടുത്ത തീരുമാനങ്ങളും വികസ്വര അവികസിത രാജ്യങ്ങളിലെ കൃഷിയെയും കൃഷിക്കാരെയും പാവപ്പെട്ടവരെയും ദോഷകരമായി ബാധിക്കുന്നതായിരുന്നു. സമ്പന്ന രാജ്യങ്ങളിൽ കൃഷിക്കാർക്ക് സബ്സിഡി നൽകുമ്പോൾ വികസ്വര അവികസിത നാടുകളിൽ സബ്സിഡി പാടില്ല. വികസ്വര രാജ്യങ്ങളിൽ കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില, സൗജന്യ നിരക്കിൽ റേഷൻ നൽകുന്നതിനുള്ള പൊതുസംഭരണം എന്നിവയ്ക്കും ലോക വ്യാപാര സംഘടന എതിരാണ്. ഭക്ഷ്യോൽപ്പന്നങ്ങളെ കമ്പോളത്തിൽ ചരക്കായി മാത്രമാണ് WTO കാണുന്നത്. വികസ്വര രാജ്യങ്ങളിലെ പാവപ്പെട്ട മനുഷ്യരുടെ ഭക്ഷണത്തെക്കുറിച്ച് സംഘടനയ്ക്ക് ഒരു ഉത്കണ്ഠയുമില്ല. കൃഷിയെ കോർപ്പറേറ്റ് വൽക്കരിക്കാനും അഗ്രി ബിസിനസ്സാക്കി മാറ്റാനുമാണ് അവർക്ക് താൽപ്പര്യം. എഗ്രിമെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ പോലെയുള്ള അസമമായ കരാറുകൾ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാനുള്ളതാണ്. അതുപോലെ ആമസോൺ, വാൾമാർട്ട് തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികൾ ഓൺലൈനിൽ പ്രാദേശിക ഭക്ഷ്യവിപണിയിൽ വലിയ തോതിൽ ഇടപെടുന്നുണ്ട്. കൃഷിക്കാരുടെയും ചെറുകിട വ്യാപാരികളുടെയും ജീവിതം തകർക്കുന്ന ഇടപെടലാണിത്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുമ്പോൾ ഇന്ത്യൻ കൃഷിക്കാർക്ക് വലിയ വാഗ്ദാനങ്ങളാണ് നൽകിയിരുന്നത്. ആഗോള വിപണി സാധ്യതകൾ, കയറ്റുമതിക്ക് കൂടുതൽ സൗകര്യം, കർഷകർക്ക് അധിക വരുമാനം എന്നിവയൊക്കെയായിരുന്നു അത്. എന്നാൽ WTO 3 പതിറ്റാണ്ടോടടുക്കുമ്പോൾ വികസ്വര അവികസിത രാജ്യങ്ങളുടെ ചെലവിൽ പാശ്ചാത്യ ബഹുരാഷ്ട്ര കോർപ്പറേറ്റുകൾക്ക് ലാഭമുണ്ടാക്കാൻ വഴിയൊരുക്കുക മാത്രമാണ് ഉണ്ടായത്. വികസിത നാടുകളിൽ വലിയ തോതിൽ സബ്സിഡി നൽകി ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വികസ്വര നാടുകളെ കമ്പോളങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. അമേരിക്കയിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നുമെല്ലാം ഓറഞ്ചും ആപ്പിളുമൊക്കെ ഇന്ത്യയിൽ കുമിഞ്ഞുകൂടുകയാണ്. ഇന്ത്യൻ കർഷകന് ഉൽപ്പാദന ചെലവിൻ്റെ പകുതി പോലും വില കിട്ടാത്തപ്പോഴാണ് വലിയ വിലയ്ക്ക് ധനിക രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിറ്റഴിക്കുന്നത്. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിലെ കാർഷിക മേഖലയ്ക്കും ഫിഷറീസ് മേഖലയ്ക്കും സബ്സിഡി, ഭക്ഷ്യസുരക്ഷയെ മുൻനിർത്തിയുള്ള പൊതുസംഭരണം എന്നിവയുടെ കാര്യത്തിൽ ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയാതെ പോയത് സമ്മേളനത്തിൻ്റെ പരാജയം തന്നെ. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം സുഗമമാക്കലാണ് ലോക വ്യാപാര സംഘടന ലക്ഷ്യമായി പറയുന്നത്. അത് ഒരിടത്തേക്ക് മാത്രമാണെന്ന് കാണാൻ ലോക വ്യാപാരത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം മാത്രം പരിശോധിച്ചാൽ മതി. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ 1947 കാലയളവിൽ ലോക വ്യാപാരത്തിൽ ഇന്ത്യയുടെ പങ്ക് 2.53%. 2022-23 ഇന്ത്യയുടെ പങ്ക് 1.8% മാത്രം. 1947 കുറവ്. നവ ഉദാഹരണ സാമ്പത്തിക നയത്തിന് 90കളിൽ തുടക്കമിടുമ്പോൾ കയറ്റുമതി വർദ്ധിക്കുമെന്നായിരുന്നു ഒരു പ്രധാന വാഗ്ദാനം. കയറ്റുമതി കാര്യമായി വർദ്ധിച്ചില്ലെന്ന് മാത്രമല്ല, ഇറക്കുമതി പ്രളയം തന്നെ സംഭവിക്കുകയും ചെയ്തു. ലോക വ്യാപാര സംഘടന പ്രോത്സാഹിപ്പിക്കുന്നതും വൻകിട രാജ്യങ്ങളിൽ നിന്ന് വികസ്വര അവികസിത രാജ്യങ്ങളിലേക്കുള്ള ഇറക്കുമതിയാണ്. അബുദാബി സമ്മേളനവും ഈ വഴിയിൽ തന്നെ സമാപിച്ചു. IMFും ലോകബാങ്കും വികസ്വര രാജ്യങ്ങളെ കടക്കണിയിലാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ WTO വ്യാപാര കാർഷിക മേഖലകളിൽ ഈ രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു. ഇത്തരം ആഗോള സ്ഥാപനങ്ങൾ എന്തിനു തുടരുന്നുവെന്ന ചോദ്യമാണ് വീണ്ടും ഉയരുന്നത്.